ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഈ വീഡിയോയിൽ പറയുന്നത് 5ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസ് സബ്ജക്റ്റിൻ്റെ ഓണം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ നമുക്കിവിടെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇവിടെ 6 ആക്ടിവിറ്റീസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിൽ വരുന്നത്. ഈ 6 ആക്ടിവിറ്റീസിനും നിങ്ങൾ നിർബന്ധമായിട്ടും ആൻസർ ചെയ്യണം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. എക്സാമിൻ ദി ഫുഡ് ചെയിൻസ് ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് ഡൗൺ ദി കറക്റ്റ് വൺ. ഇവിടെ നിങ്ങൾക്കൊരു ഫുഡ് ചെയിൻസ് നൽകിയിട്ടുണ്ട്. ഇതിൽ ശരിയായത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഓരോ ഫുഡ് ചെയിൻസും വായിച്ച് നോക്കാം. ആദ്യത്തേത് ഗ്രാസ്, പുല്ല്. ഗ്രാസ് ടൈഗർ കഴിക്കുന്നു, ടൈഗറിനെ കൗ കഴിക്കുന്നു, പശു കഴിക്കുന്നു എന്നാണ് പറയുന്നത്. ടൈഗറിനെ കൗ കഴിക്കുമോ? ഇല്ല, അത് തെറ്റായിട്ടുള്ളൊരു ഫുഡ് ചെയിൻ ആണല്ലേ ഇത്. അടുത്തത് ബി നോക്കാം. ഗ്രാസ് പുല്ല്, ഗ്രാസ് ഹോപ്പർ പുൽച്ചാടി കഴിക്കുന്നു, ഗ്രാസ് ഹോപ്പറിനെ ഫ്രോഗ് തവള കഴിക്കുന്നു, ഫ്രോഗിനെ സ്നേക്ക് പാമ്പ് കഴിക്കുന്നു. ഇത് ശരിയായിട്ടുള്ള ഒരു ഫുഡ് ചെയിൻ ആണല്ലേ. ഓപ്ഷൻ ബി ശരിയായിട്ടുള്ളതാണ്. ഇനി സി നമുക്കൊന്ന് വായിക്കാം. ഗ്രാസ് ഗ്രാസ് ഹോപ്പർ കഴിക്കുന്നു, പുല്ലിനെ പുൽച്ചാടി കഴിക്കുന്നു, ഗ്രാസ് ഹോപ്പറിനെ റാബിറ്റ് കഴിക്കുന്നു, റാബിറ്റിനെ ഫോക്സ് കഴിക്കുന്നു എന്നാണ്. ഇത് തെറ്റാണല്ലേ. പുൽച്ചാടിയെ റാബിറ്റ് കഴിക്കാറില്ല. സോ ഇത് തെറ്റാണ്. അടുത്തത് ഡി ഗ്രാസ് ഗ്രാസ് ലീപ്പോയിഡ്. ലീപ്പോയിഡ് എന്ന് പറഞ്ഞാൽ പുള്ളിപ്പുലിയാണ്. പുള്ളിപ്പുലിയെ ഫ്രോഗ് കഴിക്കുന്നു, തവള കഴിക്കുന്നു. തെറ്റാണ് അല്ലേ. സോ ഇവിടെ ഈ ഡിയും തെറ്റാണ്. ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി മാത്രമാണ്. ഗ്രാസ് ഗ്രാസ് ഹോപ്പർ ഫ്രോഗ് സ്നേക്ക് ഇതാണ് ശരി. ഇനി ബി ചോദ്യമാണ്. എക്സ്പ്ലെയിൻ ദി ചേഞ്ച് ദാറ്റ് വിൽ ഹാപ്പൻ ഇൻ ദി ഫുഡ് ചെയിൻ വെൻ ദി നമ്പർ ഓഫ് ഇന്ത്യൻ റാറ്റ് സ്നേക്ക് ഡിക്രീസസ്. നിങ്ങൾക്കൊരു ഫുഡ് ചെയിൻ നൽകിയിട്ടുണ്ട്. ഈ ഫുഡ് ചെയിനിൽ റാറ്റ് സ്നേക്കിൻ്റെ എണ്ണം കുറയുകയാണെങ്കിൽ, ഡിക്രീസ് എന്ന് പറഞ്ഞാൽ കുറയുകയാണെങ്കിൽ എന്ത് മാറ്റമാണ് അവിടെ ഉണ്ടാവുക, എന്ത് ചേഞ്ച് ആണ് ഉണ്ടാവുക എന്നാണ് ചോദിച്ചത്. റാറ്റ് സ്നേക്ക് എന്ന് പറഞ്ഞാൽ ചേരയാണ്. ചേര കുറഞ്ഞാൽ എന്താണ്? ചേര എന്തിനെയാണ് കഴിക്കുന്നത്? റാറ്റിനെയാണ് അല്ലേ, എലിയാണ് കഴിക്കുന്നത്. സോ ചേരയുടെ എണ്ണം കുറയുമ്പോൾ അത് കഴിക്കുന്ന റേറ്റിൻ്റെ എണ്ണം കൂടും അല്ലേ. റേറ്റിനെ കഴിക്കാൻ ചേരയില്ലല്ലോ. സോ റേറ്റിൻ്റെ എണ്ണത്തിൽ വൻ വർധനവുണ്ടാവും. എലി എന്താണ് കഴിക്കുന്നത്? ഭക്ഷ്യവിളയാണ്, പേടിയാണ്. സോ എലി വർദ്ധിപ്പിക്കുമ്പോൾ പേടി നശിക്കും അല്ലേ. ഭക്ഷ്യവിളകൾക്ക് ദൗർബല്യം സംഭവിക്കും. ഇതാണ് നിങ്ങൾ ഉത്തരമായിട്ട് എഴുതേണ്ടത്. റാറ്റ് സ്നേക്ക് ഡിക്രീസ് ചെയ്യുമ്പോൾ റാറ്റ് കൂടും. റാറ്റിൻ്റെ എണ്ണം കൂടിയാൽ അത് പേടി കുറയാൻ ചാൻസ് ആണ്. സോ നമുക്ക് ആൻസർ എഴുതാം. ഇഫ് ദി നമ്പർ ഓഫ് സ്നേക്സ് ഡിക്രീസസ്, റാറ്റ് സ്നേക്സ് എന്ന് എഴുതുക. റാറ്റ് സ്നേക്സ് ഡിക്രീസ് ചെയ്താൽ കുറഞ്ഞാൽ ദി നമ്പർ ഓഫ് റാറ്റ്സ് ഇൻക്രീസസ്, റാറ്റ് എലികളുടെ എണ്ണം വർദ്ധിക്കും. ആസ് എ റിസൾട്ട് ഇതിൻ്റെ ഭാഗമായി പേടി വിൽ ബി ഡിസ്ട്രോയിഡ്, പേടി ഭക്ഷ്യവിള നശിക്കും. ഡിസ്ട്രോയിഡ് എന്ന് പറഞ്ഞാൽ നശിക്കും എന്നാണ്. ഇനി സി ക്വസ്റ്റ്യൻ. പ്രിപ്പയർ എ ഫുഡ് വെബ് ഇൻക്ലൂഡിങ് ദി ഓർഗാനിസംസ് ഗിവൺ ബിലോ. താഴെ നിങ്ങൾക്കൊരു കുറച്ച് ഓർഗാനിസത്തിൻ്റെ പേര് നൽകിയിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് ഒരു ഫുഡ് വെബ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എഴുതാം. ഗ്രാസ്. ഗ്രാസിനെ ആര് കഴിക്കുന്നുണ്ട്? ഗ്രാസ് ഹോപ്പർ പുൽച്ചാടി കഴിക്കുന്നുണ്ട്, വോം പുഴു കഴിക്കുന്നുണ്ട്. ഗ്രാസ് ഹോപ്പറിനെ ഫ്രോഗ് കഴിക്കുന്നുണ്ട്, ഫ്രോഗിനെ സ്നേക്ക്, സ്നേക്കിനെ വൾച്ചർ കഴുകൻ കഴിക്കുന്നുണ്ട്. അത് വോമിനെ പുഴുവിനെ ഹെന്ന് കഴിക്കുന്നു, ഹെന്നിനെ സ്നേക്ക് കഴിക്കുന്നു, സ്നേക്കിനെ വൾച്ചർ കഴിക്കുന്നു. പിന്നെ ഹെന്നിനെ ഫോക്സ് കുറുക്കൻ കഴിക്കുന്നുണ്ട്, ഫോക്സിനെയും വൾച്ചർ കഴിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഫുഡ് വെബ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. പേഡി ഫീൽഡ്, പോണ്ട്, ഡെസേർട്ട്, ഗ്രാസ് ലാൻഡ്സ്, ഫോറസ്റ്റ്, ഓഷ്യൻ, മാംഗ്രോവ്, പോളാർ റീജിയൻ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാബിറ്റേറ്റ്സ്. ഫൈൻഡ് ഔട്ട് ദി ഹാബിറ്റേറ്റ്സ് ഓഫ് ദി ഫോളോയിങ് ഓർഗാനിസം. ഹാബിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ വാസസ്ഥലമാണ് അല്ലേ. ഓരോ ജീവജാലകൾക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള വാസസ്ഥലങ്ങളാണ് ഉണ്ടാവുക. ചില ഓർഗാനിസം പേഡി ഫീൽഡിൽ ആണ്, ചിലത് പോണ്ടിൽ അരുവിയിൽ, ചിലത് ഡെസേർട്ട് മരുഭൂമിയിൽ, അങ്ങനെ പുൽമേടിൽ, കാട്ടിൽ, ഓഷ്യത്തിൽ, മാംഗ്രോവ്സിലൊക്കെയാണ് ചില ജീവികൾ വളരുക. അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഹാബിറ്റേറ്റിൽ വാസസ്ഥലത്താണ് ജീവജാലങ്ങൾ വളരുക. സോ നിങ്ങളോടുള്ള ചോദ്യം, താഴെ നിങ്ങൾക്ക് കുറച്ച് ഓർഗാനിസം പേര് നൽകിയിട്ടുണ്ട്. അവരുടെ ഹാബിറ്റേറ്റ് ഏതാണെന്ന് വേർതിരിച്ച് എഴുതാനാണ്. ആദ്യം കേമൽ, ഒട്ടകം. എവിടെയാണ് നമ്മൾ കാണുന്നത് കേമൽ? ഡെസേർട്ട് മരുഭൂമിയിലാണ് അല്ലേ. കേമലിൻ്റെ ഹാബിറ്റേറ്റ് വരുന്നത് ഡെസേർട്ടാണ്. ഇത് ടൈഗർ, ടൈഗറിൻ്റെത് ഫോറസ്റ്റ് കാടാണ് വരുന്നത്. പോളാർ ബിയർ എവിടെയാണ്?
പോളാർ റീജിയനിലാണ് ഉണ്ടാകുന്നത്. ഡോൾഫിന് ഓഷ്യനിലാണ് ജീവിക്കുന്നത്. സോ ഇങ്ങനെയാണ് നിങ്ങൾ ടേബിൾ കംപ്ലീറ്റ് ആക്കി എഴുതേണ്ടത്. ഇത് സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. ഹാബിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ വാസസ്ഥലമാണ്, അവർ ജീവിക്കുന്ന സ്ഥലത്തിനാണ് കേട്ടോ. ഇത് ബി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു ഇമേജ്, ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. വിച്ച് ഈസ് ദി ഇൻവാസീവ് ഓർഗാനിസം. ഇവിടെ നൽകിയിട്ടുള്ളത് ഏത് അധിനിവേശ ജീവിയുടെ ചിത്രമാണ് എന്നാണ്. ഇൻവാസീവ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ കടന്നു കയറി വന്ന ഒരു ജീവിക്കാണ് നമ്മൾ ഇൻവാസീവ് ഓർഗാനിസം എന്ന് പറയുക. അതായത് ഇവിടെ സ്വനാട് എന്ന് പറയുന്നത് മറ്റെവിടെയെങ്കിലും ആയിരിക്കും, പക്ഷെ ഇവിടെ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് കടന്നു കയറി അവിടെ ജീവിക്കുന്ന ജീവികളാണ്. ഓക്കെ, സോ ഇതിൻ്റെ ചിത്രം തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പേജ് നമ്പർ 15 കാണാം. ആഫ്രിക്കൻ കാറ്റ് ഫിഷ് ആണിത്. ഇതിൻ്റെ പേര് ആഫ്രിക്കൻ കാറ്റ് ഫിഷ് എന്നാണ്. അത് എഴുതിയാലും നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും. Write down the changes that may occur in water resource near your area if this organism reaches in the water resource. ഇത് നമ്മുടെ അടുത്തുള്ള എന്തെങ്കിലും വെള്ളത്തിൽ, പുഴയിലോ അരുവിയിലോ വന്ന് ചേർന്നാൽ അവിടെ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്താണെന്ന് എഴുതാനാണ്. ഇവിടെ എന്താണ് സംഭവിക്കുക എന്ന് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്. ഇത് നമ്മുടെ പോണ്ടിലുള്ള അരുവികളിലൊക്കെയുള്ള മീനുകളെ ഇത് കഴിക്കും. ഇവരെ കഴിക്കുന്ന ജീവികൾ നമ്മുടെ ഈ പോണ്ടിൽ ഇല്ല. സോ ഇവരെ ആരും കഴിച്ച് ഇവരെ നാശം വരില്ല. പക്ഷെ ഇത് നമ്മുടെ നാട്ടിലുള്ള സാധാരണ മീനുകളെ കഴിച്ച് അതിനെയൊക്കെ നശിപ്പിക്കും. സോ നമുക്ക് എഴുതാം. ദ ആഫ്രിക്കൻ കാറ്റ് ഫിഷ് ഫീഡ്സ് ഓൺ നാറ്റീവ് ഫിഷ് ഇൻ ദി വാട്ടർ ബോഡീസ്. ദി ഓർഗാനിസം ദാറ്റ് ഫീഡ് ഓൺ ദി ആഫ്രിക്കൻ ഫിഷ് ആർ നോട്ട് ഫൗണ്ട് ഇൻ അവർ വാട്ടർ ബോഡീസ്. അടുത്തത് സി ചോദ്യമാണ്. ദ ടേബിൾ ഗിവൺ ബിലോ ഷോസ് ദി കളേഴ്സ് ഇൻ പ്ലാന്റ്സ് and the pigments responsible for the colors. Examine the table and find out the correct pairs from the options. നിങ്ങൾക്കൊരു ടേബിൾ നൽകിയിട്ടുണ്ട്. ടേബിളിൽ ഒരു കോളത്തിൽ കളേഴ്സും രണ്ടാമത്തെ കോളത്തിൽ ആ കളേഴ്സ് നൽകുന്ന പിഗ്മെന്റിന്റെ പേരുമാണ് നൽകിയിട്ടുള്ളത്. പക്ഷെ അത് കറക്റ്റ് ആയിട്ടുള്ള ഓർഡറിലല്ല, നിങ്ങളോട് കറക്റ്റ് ആക്കി തിരുത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതും ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ പറയുന്നുണ്ട്. പേജ് നമ്പർ 20 റെഡ് ആന്തോസിയാസിനാണ്, ഓറഞ്ച് കെരോട്ടിനാണ്, യെല്ലോ സാന്തോഫിലാണ്, ഗ്രീന് ക്ലോറോഫിലാണ്. അത് തൊട്ട് ബേക്കിലുള്ള പേജിൽ പറയുന്നുണ്ട് ഗ്രീന് ക്ലോറോഫിലാണെന്ന്. ഇത് നിങ്ങൾ തിരുത്തി ഇങ്ങനെയാണ് പെയറായിട്ട് എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, ഏതാണെന്ന് ഓപ്ഷൻസ് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്. 1 സി, 2 ഡി, 3 ബി, 4 എ. ഇനി മൂന്നാമത്തെ ചോദ്യമാണ്. ഫിഗർ 1 and 2 ഷോ ദി gaseous എക്സ്ചേഞ്ച് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ദി പ്ലാന്റ്സ് ഡ്യൂറിങ് ദി ഡേ ആൻഡ് നൈറ്റ്. നിങ്ങൾക്ക് ഇവിടെ 2 ഫിഗേഴ്സ്, 2 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ ഡേയിലും നൈറ്റിലും നടക്കുന്ന gaseous എക്സ്ചേഞ്ച് ആണ് കൊടുത്തിട്ടുള്ളത്. ഒബ്സർവ് ദി ഫിഗർ 2 ആൻഡ് റൈറ്റ് ഡൗൺ ദി gaseous എ ആൻഡ് ബി. രണ്ടാമത്തെ ഫിഗർ നിരീക്ഷിച്ചിട്ട് എയിലും ബിയിലുള്ള gaseous എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ആൻസർ പറയുന്നതിന് മുൻപേ ആയിട്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയാം. ഡേ ടൈമിൽ പ്ലാന്റ്സിൽ ഫോട്ടോസിന്തസിസും റെസ്പിറേഷനും നടക്കുന്നുണ്ട്. ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ പ്ലാന്റ്സ് കാർബൺ ഡയോക്സൈഡ് ഉള്ളിലേക്ക് എടുക്കുകയും ഓക്സിജൻ പുറന്തള്ളപ്പെടുകയും റിലീസ് ചെയ്യുകയും ആണ് ചെയ്യുന്നത്. ഓക്കെ, ഡേ ടൈമിൽ കാർബൺ ഡയോക്സൈഡ് ഉള്ളിലേക്ക് എടുക്കുക, ഓക്സിജൻ പുറത്തേക്ക് വിടുക. നൈറ്റിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല. രാത്രിയിൽ ഫോട്ടോസിന്തസിസ് ഇല്ല, പകൽ മാത്രമാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. റെസ്പിറേഷൻ മാത്രമാണ് നൈറ്റിൽ നടക്കുന്നത്. ഓക്കെ, സോ റെസ്പിറേഷൻ്റെ സമയത്ത് ഓക്സിജൻ ഉള്ളിലേക്ക് എടുത്ത് അബ്സോർബ് ചെയ്യുകയും കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളപ്പെടുകയും റിലീസ് ചെയ്യുകയും ആണ്. സോ നൈറ്റിൽ ഓക്സിജൻ ആണ് ഉള്ളിലേക്ക് വരുന്നത്, കാർബൺ ഡയോക്സൈഡ് ആണ് പുറത്തേക്ക് പോകുന്നത്. ഇത് മനസ്സിലായല്ലോ? നിങ്ങൾക്ക് ഫിഗർ 1 തന്നിട്ടുള്ള ഇമേജിൽ കാണാം റെസ്പിറേഷനും ഫോട്ടോസിന്തസിസും നടക്കുന്നുണ്ട്. ഫോട്ടോസിന്തസിസിന് കാർബൺ ഡയോക്സൈഡ് എടുക്കുകയും ഓക്സിജന് പുറത്തേക്ക് വിടുകയുമാണ് ചെയ്യുന്നത്. റെസ്പിറേഷനും നടക്കുന്നുണ്ട്. റെസ്പിറേഷൻ നടക്കുമ്പോൾ ഓക്സിജനെ അബ്സോർബ് ചെയ്തിട്ട് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുന്നു. പക്ഷെ ഇവിടെ നൈറ്റിലേക്ക് പോകുമ്പോൾ അവിടെ എന്താണ്? ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ടോ? സൺലൈറ്റ്, സൂര്യപ്രകാശം ഉണ്ടെങ്കിലേ ഫോട്ടോസിന്തസിസ് നടക്കുള്ളൂ. സോ ഇവിടെ നൈറ്റിൽ സൂര്യപ്രകാശം ഉണ്ടാവില്ല, അതുകൊണ്ട് രാത്രി ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല. അവിടെ റെസ്പിറേഷൻ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അവിടെ ഓക്സിജൻ അബ്സോർബ് ചെയ്ത് കാർബൺ ഡയോക്സൈഡ് ആണ് പുറത്തേക്ക് വിടുന്നത്.
എൻ്റെ അവിടെ ഓക്സിജൻ ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്സിജൻ അബ്സോർബ് ചെയ്യുന്നു, പുറത്തേക്ക് കാർബൺ ഡയോക്സൈഡ് വിടുന്നു. ബി ആയിട്ട് കാർബൺ ഡയോക്സൈഡ് എന്നാണ് എഴുതേണ്ടത്. ഇനി ബി ചോദ്യം, ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് അക്കോർഡിംഗ്ലി. അനുയോജ്യമായതിനനുസരിച്ച് താഴെ വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ആദ്യം ഐ പ്രിപ്പയർ ഫുഡ് ഫോർ മൈസെൽഫ്. എനിക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ഞാൻ തന്നെയാണ് തയ്യാറാക്കുന്നത്. ബട്ട് ഐ അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദി ഹോസ്റ്റ് പ്ലാന്റ്. പക്ഷേ ഞാൻ ഹോസ്റ്റ് പ്ലാന്റിൽ നിന്നും എനിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും മിനറൽസും വലിച്ചെടുക്കുന്നുണ്ട്. ഹോസ്റ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് എവിടെയാണോ താമസിക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള മിനറൽസും വാട്ടറും ഒക്കെ ഏത് പ്ലാന്റിൽ നിന്നാണോ എടുക്കുന്നത് ആ ഒരു പ്ലാന്റിനാണ് നമ്മൾ ഹോസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ പറയാണ് ഇതിന് സ്വന്തമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയും, പക്ഷെ ഇതിനാവശ്യമായിട്ടുള്ള മിനറൽസും വെള്ളവും ഇത് ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് വലിച്ചെടുക്കുന്നു. ഇത് ഏത് ചെടിയാണ്? ലൊറാന്തസ് ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, നമ്പർ 24 പറയുന്നുണ്ട്, ലൊറാന്തസ് മേക്ക് ഇറ്റ്സ് ഓൺ ഫുഡ് ബൈ അബ്സോർബിംഗ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദി ഹോസ്റ്റ് പ്ലാന്റ്. ലൊറാന്തസ് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കും, പക്ഷേ വെള്ളവും മിനറൽസും ഹോസ്റ്റ് പ്ലാന്റിൽ നിന്നും വലിച്ചെടുക്കും. ഇത്തരത്തിലുള്ള ചെടികൾക്കാണ് സെമി പാരസൈറ്റ്സ് പറയുന്നത്. അതും കൂടി പഠിച്ചു വെക്കുക. സോ ഇവിടെ ബ്ലാങ്ക് ആയിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ ലൊറാന്തസ് എന്നാണ് എഴുതേണ്ടത്. അടുത്തത് വെണ്ട എന്ന് അവിടെ നൽകിയിട്ടുണ്ട്. വെണ്ടയുടേത് എങ്ങനെയാണെന്നാണ് അവിടെ ബി എന്ന സ്പേസിൽ നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. നമ്പർ 23 വെണ്ടയുടേത് പറയുന്നത്, ദ സ്മോൾ റൂട്ട്സ് ഹെൽപ്പ് വെണ്ട ടു ഗ്രോ ബൈ ക്ലിങ്ങിങ് ഓൺ ടു ദി ട്രീ. വെണ്ടയുടെ ചെറിയ വേരുകൾ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു. ദ തിക്ക് റൂട്ട്സ് അബ്സോർബ് മോയ്സ്ചർ ഫ്രം ദി അറ്റ്മോസ്ഫിയർ. കട്ടിയുള്ള വേര് അറ്റ്മോസ്ഫിയറിൽ നിന്ന് മോയ്സ്ചർ വലിച്ചെടുക്കുന്നു. ദേ ഡിപ്പെൻഡ് ഓൺ ദി ഹോസ്റ്റ് പ്ലാന്റ് ഓൺലി ഫോർ ഹാബിറ്റേറ്റ്. അവർക്ക് വാസസ്ഥലത്തിന് വേണ്ടി മാത്രമാണ് വെണ്ട ഹോസ്റ്റ് പ്ലാന്റിനെ ആശ്രയിക്കുന്നത്. ഇവരെയാണ് നിങ്ങൾ അവിടെ ബി എന്ന കോളത്തിലേക്ക് ബി എന്ന് മാർക്ക് ചെയ്ത് നമ്മുടെ ചോദ്യ പേപ്പറിലേക്ക് നിങ്ങൾ ആൻസർ ആയിട്ട് എഴുതി കൊടുക്കേണ്ടത്. പിന്നെ ഇത്തരത്തിൽ ഹാബിറ്റേറ്റിന് മാത്രം ഹോസ്റ്റ് പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്ലാന്റ്സിനാണ് നമ്മൾ എപ്പിഫൈറ്റ്സ് എന്ന് പറയുന്നത് എന്ന് കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതിന് മറ്റൊരു എക്സാമ്പിൾ ആണ് ഓർക്കിഡ്. പിന്നെ എപ്പിഫൈറ്റ്സിന് എക്സാമ്പിൾ ആണ് വെണ്ട എന്നും പഠിച്ചു വെക്കുക. വെണ്ടയും ഓർക്കിഡും എപ്പിഫൈറ്റ്സിന്റെ 2 എക്സാമ്പിൾസ് ആണ്. ചിലപ്പോൾ എപ്പിഫൈറ്റ്സിന് എക്സാമ്പിൾ എഴുതുക എന്നൊക്കെ എക്സാമിന് ചോദിക്കാം. ഇനി സി ക്വസ്റ്റ്യൻ ആണ്, റീഡ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. താഴെ നൽകിയിട്ടുള്ള പ്രസ്താവനകൾ വായിക്കുക. ഓൾ ഓർഗാനിസംസ് യൂസ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഫോർ റെസ്പിറേഷൻ. ശ്വസനത്തിനായിട്ട് എല്ലാ ജീവജാലങ്ങളും ഓക്സിജനും കാർബൺ ഡയോക്സൈഡും ഉപയോഗിക്കുന്നു. ഇത് തെറ്റാണ്. എല്ലാ ജീവജാലങ്ങൾക്കും ഓക്സിജന് ശ്വസനത്തിനായിട്ട് ആവശ്യമില്ല. ഇനി രണ്ടാമത്തത്, കാർബൺ ഡയോക്സൈഡ് ഫോംഡ് ഇൻ പ്ലാന്റ്സ് ആസ് എ റിസൾട്ട് ഓഫ് റെസ്പിറേഷൻ ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ഫോട്ടോസിന്തസിസ് ഡ്യൂറിങ് ഡേ ടൈം. ഇത് ശരിയാണ്. ഈ ഒരു റെസ്പിറേഷനിൽ നിന്ന് വന്നിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് ആണ് ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അത് ശരിയാണ്. മൂന്നാമത്തത്, പ്ലാന്റ്സ് യൂട്ടിലൈസ് അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡയോക്സൈഡ് ഫോർ ഫോട്ടോസിന്തസിസ്. ഇതും ശരിയാണ്. വായുവിൽ നിന്നുള്ള കാർബൺ ഡയോക്സൈഡ് ഫോട്ടോസിന്തസിസിന് ഉപയോഗിക്കുന്നു. ശരിയാണ്. അടുത്ത നാലാമത്തത്, ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ്സ് ഒക്കേഴ്സ് ത്രൂ ദി മൈന്യൂട്ട് പോർസ് കോൾഡ് സ്റ്റൊമാറ്റ. അത് ശരിയാണ്. ഇലകളിലുള്ള ചെറിയ ഈ ഒരു കുത്തുകുത്തിനാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ഇതിലൂടെയാണ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് സംഭവിക്കുന്നത്. ഇതും ശരിയാണ്. അതായത് 2, 3, 4 ശരിയാണ്. ഇവിടെ ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 2, 3, 4 ആർ കറക്റ്റ്. ഇനി ചോദ്യം 4. 4 എ ചോദ്യവും ബി ചോദ്യവും ഉണ്ട്. ഏതെങ്കിലും ഒന്നിന് മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. നമുക്ക് ആദ്യം എ ചോദ്യം നോക്കാം. ഡെങ്കി ഫീവർ സ്പ്രെഡ്സ്. ഡെങ്കി ഫീവർ പകരുന്നു. നെൽമല. ഡെങ്കി ഫീവർ സ്പ്രെഡ്സ് ഇൻ നെൽമല പഞ്ചായത്ത്. നെൽമല പഞ്ചായത്തിൽ ഡെങ്കിപ്പനി പകരുന്നു. ദിസ് ഡിസീസ് ഈസ് സ്പ്രെഡ് ബൈ എൻ ഓർഗാനിസം ദാറ്റ് ലേസ് എഗ്സ് ഇൻ വാട്ടർ ഇൻ ദി ഡിസ്കാർഡഡ് പ്ലാസ്റ്റിക് ബാഗ്സ്. വലിച്ചെറിയപ്പെട്ട പ്ലാസ്റ്റിക് സഞ്ചികളിൽ മുട്ട വിരിഞ്ഞിട്ടാണ് ഈ രോഗം പടർത്തുന്ന ഓർഗാനിസം ഉണ്ടാവുന്നത്. പഞ്ചായത്ത് ആൻഡ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആർ ടേക്കിംഗ് നെസസറി ഇനീഷ്യൽ സ്റ്റെപ്സ് ടു കൺട്രോൾ ഡെങ്കി ഫീവർ. ഡെങ്കി ഫീവർ നിയന്ത്രിക്കാനായിട്ട് പഞ്ചായത്തും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും ഒക്കെ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ എടുക്കുന്നുണ്ട്. ഡിഡ് യു നോട്ടീസ് ദ ന്യൂസ് റിപ്പോർട്ട്? നിങ്ങൾ ഈ ഒരു പത്രവാർത്ത ശ്രദ്ധിച്ചോ? പത്രവാർത്തയിൽ ഡെങ്കി ഫീവർ പകരുന്നതായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ന്യൂസ് ആണ് അല്ലേ? ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓർഗാനിസം സ്പ്രെഡ്സ് ഡെങ്കി ഫീവർ? ഡെങ്കി ഫീവർ പരത്തുന്ന ഓർഗാനിസം ജീവി ഏതാണ്?
മോസ്കിറ്റോ ആണ്. നിങ്ങൾ അവിടെ മോസ്കിറ്റോ എന്നാണ് ആൻസർ എഴുതേണ്ടത്. അടുത്തത് ബി ക്വസ്റ്റ്യൻ. റൈറ്റ് 2 other measures to avoid the condition which favor the spread of this organism. ഈ കൊതുക് പടരുന്ന ഈ ഒരു സാഹചര്യം ഒഴിവാക്കാൻ പറ്റിയിട്ടുള്ള 2 മെഷേഴ്സ്, നമ്മൾ എടുക്കേണ്ട 2 മെഷേഴ്സ് ഏതാനാണ്? ഈ കൊതുക് പെരുകുന്നത് ഒഴിവാക്കാൻ പറ്റിയിട്ടുള്ള മെഷേഴ്സ് എന്താണ്? നമുക്ക് എന്തൊക്കെ ചെയ്യാം? നമുക്ക് എഴുതാം. ഡു നോട്ട് അലോ വാട്ടർ ടു സ്റ്റാഗ്നേറ്റ്. വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. കീപ് അവർ സറൗണ്ടിങ്സ് ക്ലീൻ. നമ്മുടെ പരിസരം വൃത്തിയായിട്ട് സൂക്ഷിക്കുക. സി ചോദ്യം. There are diseases other than communicable diseases. Examine the complete the table given below. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞാൽ പകരുന്ന രോഗങ്ങൾ അല്ലാത്തവയും ഉണ്ട് അല്ലേ? താഴെ കൊടുത്തിട്ടുള്ള ടേബിൾ നിരീക്ഷിച്ചിട്ട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഹെഡിങ് ആയിട്ട് നോക്കിക്കേ. 1 കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നാണ്, പകരുന്ന രോഗങ്ങൾ. മറ്റേത് എന്താണ്? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നാണ് കൊടുക്കേണ്ടത്, പകരാത്ത രോഗങ്ങൾ. എ എന്താണ്? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നാണ്. ഇവിടെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, പകരാത്ത രോഗങ്ങളുടെ താഴെ ഹേർട്ട് ഡിസീസ് നൽകിയിട്ടുണ്ട്. ഹൃദയരോഗം, ക്യാൻസർ, ഡയബറ്റീസ്. ഒരു പോയിന്റ് നിങ്ങൾ അവിടെ ഒരു ഡിസീസിന്റെ പേരും കൂടി അവിടെ എഴുതി കൊടുക്കണം. പകരാത്ത ഏതെങ്കിലും ഒരു രോഗത്തിന്റെ പേര് എഴുതിയാൽ മതി. നമുക്ക് ആസ്മ എന്ന് എഴുതാം. ഇത് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്, പകരുന്ന രോഗങ്ങൾ. അവിടെ കൺജക്റ്റിവിറ്റീസും ജോണ്ടിസും പകരുന്ന രോഗങ്ങളായിട്ട് നൽകിയിട്ടുണ്ട്. ഇനി 2 ഡിസീസിന്റെ പേരും കൂടി നിങ്ങൾ അവിടെ കൊടുക്കണം, പകരുന്ന രോഗമാണ്. ഡെങ്കി ഫീവർ കൊടുക്കാം. ഡെങ്കി ഫീവർ പകരുന്നവയാണ്. മറ്റൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് മലേറിയയും എഴുതാം, അതും പകരുന്നവയാണ്. ഓക്കെ, നെക്സ്റ്റ് 4ലെ ബി ചോദ്യമാണ്. ദ ടേബിൾ ഗിവൺ ബിലോ ഷോസ് ദി വേ ഇൻ വിച്ച് ഓർഗാനിസം എൻ്റർ ദി ബോഡി ആൻഡ് ദ ഡിസീസ് ദേ കോസ്. കംപ്ലീറ്റ് ദ ടേബിൾ സ്യൂട്ടബിളി. താഴെ നിങ്ങൾക്കൊരു ടേബിൾ നൽകിയിട്ടുണ്ട്. ഈ ടേബിളിൽ കാണിക്കുന്നത് എങ്ങനെയാണ് ഓർഗാനിസം നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്, പിന്നെ അവർ ഉണ്ടാക്കുന്ന രോഗം ഏത് എന്നാണ് നൽകിയിട്ടുള്ളത്. നോക്കിക്കേ, വേസ് ഓഫ് എൻട്രി ഇൻ ടു ദി ബോഡി. നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന മാർഗം എന്ന് പറയുന്നത്, വഴികൾ എന്ന് പറയുന്നത് ത്രൂ സോയിൽ. ആദ്യം നൽകിയിട്ടുണ്ട് മണ്ണിലൂടെ പകരുന്ന ഒരു രോഗത്തിന്റെ പേരാണ് നിങ്ങൾ അവിടെ 1 എന്ന സ്ഥലത്തേക്ക് എഴുതേണ്ടത്. നമുക്കവിടെ ടെറ്റനസ് എന്ന് എഴുതാം. ഇനി 2 ട്യൂബർക്യുലോസിസ് അവിടെ ഡിസീസ് നൽകിയിട്ടുണ്ട്. ട്യൂബർക്യുലോസിസ് ഏതിലൂടെയാണ് പകരുന്നത്? വായുവിലൂടെയാണ്. ത്രൂ എയർ എന്ന് എഴുതാം. അടുത്തത് ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ. വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന രോഗം. നമുക്ക് ടൈഫോയിഡ്, കോളറ ഒക്കെ എഴുതാം. ഏതെങ്കിലും 1 മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ടൈഫോയിഡ് എഴുതാം. അടുത്ത ലാസ്റ്റ് ലെപ്രോസി. ഏതിലൂടെയാണ് പകരുന്നത്? ലെപ്രോസി എന്ന ഡിസീസ് മനുഷ്യ സമ്പർക്കത്തിലൂടെയാണ് പകരുന്നത്. ലെപ്രോസി എന്ന് പറഞ്ഞാൽ കുഷ്ഠരോഗമാണ്. സോ നിങ്ങൾ അവിടെ ത്രൂ ഹ്യൂമൻ കോണ്ടാക്ട് എന്ന് എഴുതുക, മനുഷ്യ സമ്പർക്കത്തിലൂടെ. ഇനി ബി ചോദ്യം. വി ക്യാൻ ടേക്ക് കെയർ ടു പ്രിവെന്റ് ഡിസീസസ് ബൈ മെയിൻറ്റെയിനിങ് പേഴ്സണൽ ഹൈജീൻ. വ്യക്തിശുചിത്വം പാലിക്കുന്നതിലൂടെ നമുക്ക് അസുഖങ്ങൾ പരക്കുന്നതിനെ തൊട്ട് തടയാൻ കഴിയും. റൈറ്റ് 4 other measures to take be care of prevent diseases. ഈ ഒരു രോഗങ്ങൾ പടരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റു 4 കാര്യങ്ങൾ, 4 മെഷേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. രോഗങ്ങളെ തൊട്ട് തടയാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഈറ്റ് ന്യൂട്രീഷ്യസ് ഫുഡ്. പോഷകാഹാരങ്ങൾ കഴിക്കുക. ഡ്രിങ്ക് ക്ലീൻ വാട്ടർ. ശുദ്ധമായിട്ടുള്ള ജലം കുടിക്കുക. കീപ് അവർ സറൗണ്ടിങ്സ് ക്ലീൻ. നമ്മുടെ ചുറ്റുപാടും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ടേക്ക് വാക്സിൻസ് അറ്റ് ദി പ്രോപ്പർ ടൈം. ശരിയായിട്ടുള്ള സമയത്ത് കുത്തിവെപ്പുകൾ, വാക്സിൻസ് എടുക്കുക. എഴുതിയാൽ 4 പോയിന്റ്സ് എഴുതിയാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. അടുത്തത് സി ചോദ്യം. എക്സാമിൻ ദി സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് ദി കറക്റ്റ് ഓപ്ഷൻ. താഴെ നിങ്ങൾക്കൊരു സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ട്, അതിന്റെ റീസണും കൊടുത്തിട്ടുണ്ട്. ശരിയാണോ എന്ന് പരിശോധിക്കാനാണ്. സ്റ്റേറ്റ്മെന്റ് പ്രസ്താവന ഇതാണ്. ബട്ട് റോട്ട് സ്പ്രെഡ് ക്വിക്ലി ടു കോക്കനട്ട് ട്രീസ്. കൂമ്പുചീയൽ തെങ്ങുകളിലേക്ക് വേഗം പടരുന്നു എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റീസൺ കാരണം പ്ലാന്റ്സ് ആൾസോ എഫക്റ്റ് ഇൻഫെക്ഷൻസ് ലൈക്ക് എനിമൽസ്. മൃഗങ്ങളെ പോലെ പ്ലാന്റ്സിനും ചെടികൾക്കും ഇൻഫെക്ഷൻ സംഭവിക്കും. ഇതും ശരിയാണ് അല്ലേ? നമ്മുടെ മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും ചെടികൾക്കും ഒക്കെ രോഗങ്ങൾ പടരുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റും റീസണും, കാരണവും പ്രസ്താവനയും ശരിയാണ്. സോ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്, ദ റീസൺ ഈസ് കറക്റ്റ് എന്ന ഓപ്ഷനാണ് ശരി. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. അടുത്തത് ചോദ്യം 5 ആണ്.
ഇവിടെ രണ്ടാൾക്കാർ തമ്മിലുള്ള സംഭാഷണം നൽകിയിട്ടുണ്ട്. ഐ ഡോണ്ട് ഹാവ് ഡിസീസ്, എനിക്ക് അസുഖമില്ല. ദെൻ വൈ ഷുഡ് ഐ ടേക്ക് ഇഞ്ചക്ഷൻ, പിന്നെ ഞാൻ എന്തിനാണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത്? അയാൾ പറയാണ് ദിസ് ഈസ് വാക്സിനേഷൻ, ഇത് വാക്സിനേഷൻ ആണ്, കുത്തിവെപ്പാണ്. ചോദ്യം ഇതാണ്, ഡിഡ് യു നോട്ടീസ് ദി കോൺവെർസേഷൻ, നിങ്ങൾ ഈ ഒരു കോൺവെർസേഷൻ സംഭാഷണം ശ്രദ്ധിച്ചോ? വാക്സിനേഷൻസ് ഷുഡ് ബി ടേക്കൺ ഈവൻ ഇൻ ദി ആബ്സെൻസ് ഓഫ് ഇൽനെസ്, നമുക്ക് അസുഖമില്ലെങ്കിലും നമ്മൾ വാക്സിനേഷൻ എടുക്കണം. റൈറ്റ് യുവർ ഒപ്പീനിയൻ ഓൺ ദിസ് സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങളുടെ അഭിപ്രായം എഴുതുക എന്നാണ്. നമ്മൾ വാക്സിനേഷൻ എടുക്കണം അല്ലെ, അസുഖങ്ങളില്ലെങ്കിലും നമ്മൾ വാക്സിനേഷൻസ് എടുക്കണം. നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരു പ്രതിരോധം ഉണ്ടാവും, ഇമ്മ്യൂണിറ്റി ഉണ്ടാവും, രോഗങ്ങളെ തൊട്ട് തടയാനുള്ള ഒരു കഴിവുണ്ടാവും, അതിനാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. പക്ഷേങ്കിലും നമുക്ക് എന്താണ്, ചില രോഗങ്ങളെ തൊട്ട് തടയാൻ ഈ ഒരു നമ്മുടെ ശരീരത്തിലുള്ള ഈ ഒരു ഇമ്മ്യൂണിറ്റി മാത്രം പോരാ, നമ്മൾ എന്ത് ചെയ്യണം, കുത്തിവെപ്പുകൾ ഇങ്ങനെ എടുക്കണം. ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി നമ്മൾ നേടണമെങ്കിൽ ഇതേപോലുള്ള വാക്സിനേഷൻസ് നമ്മൾ എടുക്കണം. ഇത് രോഗങ്ങളെ തൊട്ട് തടയാനാണ്, നമുക്ക് രോഗങ്ങൾ വന്നാൽ എന്താണ്, നമുക്ക് അത് തടയാൻ വേണ്ടിയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ലഭിക്കാനാണ് ഇത്തരത്തിലുള്ള വാക്സിനേഷൻസ് എടുക്കുന്നത്. ഓക്കെ, സോ നമുക്കിവിടെ ഉത്തരമായിട്ട് എഴുതാം യെസ്, അതെ, വാക്സിനേഷൻസ് ഷുഡ് ബി ടേക്കൺ ഈവൻ ഇൻ ദി ആബ്സെൻസ് ഓഫ് ഇൽനെസ്, നമുക്ക് അവിടെ രോഗമില്ലെങ്കിലും നമ്മൾ വാക്സിനേഷൻസ് എടുക്കണം. വാക്സിനേഷൻസ് ഹെൽപ്പ് അവർ ബോഡി ഡെവലപ്പ് ഇമ്മ്യൂണിറ്റി അഗെയിൻസ്റ്റ് സെർട്ടൈൻ ഡിസീസസ്, രോഗങ്ങൾക്കെതിരെ നമുക്ക് പ്രതിരോധം വർദ്ധിപ്പിക്കാനും വാക്സിനേഷൻ സഹായിക്കുന്നു. നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എലോൺ മേ നോട്ട് പ്രൊട്ടക്റ്റ് us ഫ്രം ഓൾ ഡിസീസ്, എല്ലാ രോഗങ്ങളെ തൊട്ടും തടയാനും നാച്ചുറൽ ഇമ്മ്യൂണിറ്റിക്ക് മാത്രം കഴിയില്ല. വാക്സിൻസ് പ്രൊവൈഡ് ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽപ്പ് പ്രിവെൻറ്റ് ഡിസീസ്, നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി വാക്സിൻസ് നൽകുന്നു, അങ്ങനെ രോഗങ്ങളെ തൊട്ട് തടയാൻ സഹായിക്കുന്നു. അടുത്തത് ബി ചോദ്യം, റീഡ് ദി സിറ്റുവേഷൻസ് ഗിവൺ ബിലോ, താഴെ കൊടുത്തിട്ടുള്ള സാഹചര്യങ്ങൾ വായിക്കുക. റൈസ് ബാറ്റർ ഫെർമെൻസ്, അരിമാവ് പുളിക്കുന്നു. റിമൂവ്സ് ഡേർട്ട് ഫ്രം ക്ലോത്ത്സ്, വസ്ത്രങ്ങളിൽ നിന്ന് അഴുക്ക് പോകുന്നു. ഡീകമ്പോസസ് ഓർഗാനിക് റിമെയിൻസ് ആൻഡ് ആഡ്സ് ടു സോയിൽ, ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിലേക്ക് ചേർക്കുന്നു. അടുത്തത് നാലാമത്തത് ട്രാൻസ്മിറ്റ്സ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, പകർച്ചവ്യാധികൾ പരത്തുന്നു. ആദ്യം ഇതാണ്, മൈക്രോ ഓർഗാനിസം യൂസ്ഫുൾ ആയിട്ടുള്ള ഉപകാരപ്രദമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതാണെന്നാണ് ചോദ്യം. ഒന്നാമത്തത് അരിമാവ് പുളിപ്പിക്കുന്നു, അത് ഉപകാരമുള്ളതാണ് അല്ലേ. സോ ഒന്നാമത്തത് ഉപകാരമുള്ളതാണ്, നമ്മൾ ജൈവാവശിഷ്ടങ്ങൾ വിഘടിപ്പിച്ച് മണ്ണിലേക്ക് ചേർക്കുന്നു എന്നുള്ളത്. ഒന്നും മൂന്നുമാണ് ഉപകാരമുള്ളത്. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി 1, 3, സിറ്റുവേഷൻ 1, 3 എന്നുള്ളതാണ്. അടുത്ത സി ചോദ്യം, പ്രിപ്പയർ എ പോസ്റ്റർ ഓൺ എൻവിറോൺമെന്റൽ ഹൈജീൻ ആസ് പാർട്ട് ഓഫ് പോസ്റ്റർ എക്സിബിഷൻ ഓർഗനൈസ്ഡ് ബൈ ദി ഹെൽത്ത് ക്ലബ്ബ്, ഹെൽത്ത് ക്ലബ്ബ് നടത്തുന്ന ഒരു എക്സിബിഷനുമായി ബന്ധപ്പെട്ട് എൻവിറോൺമെന്റൽ ഹൈജീൻ എന്ന ടോപ്പിക്കിന് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. പരിസ്ഥിതി ശുചിത്വം എന്ന വിഷയത്തെ കുറിച്ചാണ് നിങ്ങൾ ഒരു പോസ്റ്റർ തയ്യാറാക്കേണ്ടത്. നിങ്ങൾ ഒരു കള്ളി വരച്ച് ഒരു ബോക്സിന്റെ ഉള്ളിലായിട്ട് ചിത്രവും നല്ല ഭംഗിയുള്ള ചിത്രവും വരച്ചു കൊടുക്കുക. പിന്നെ നല്ല കാര്യങ്ങൾ, സ്ലോഗൻസ് എഴുതി കൊടുക്കുക. ഈ ഒരു പരിസ്ഥിതി ശുചിത്വവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിസരം വൃത്തിയാക്കുക, പ്ലാസ്റ്റിക് വലിച്ചെറിയാതിരിക്കുക, അങ്ങനെയുള്ള സ്ലോഗൻസും നിങ്ങൾ എഴുതി കൊടുക്കുക. എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫുൾ മാർക്ക് നേടാം. ഇവിടെ ഒരു പോസ്റ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. എൻവിറോൺമെന്റൽ ഹൈജീൻ എന്ന് മുകളിൽ വലുതാക്കി എഴുതി, എന്നിട്ട് കീപ് അവർ സറൗണ്ടിങ്സ് ക്ലീൻ, സേവ് വാട്ടർ, യൂസ് ക്ലീൻ വാട്ടർ, യൂസ് ഡസ്റ്റ്ബിൻ, ഡു നോട്ട് ലിറ്റർ, പ്ലാന്റ് മോർ ട്രീസ്, കീപ് നേച്ചർ ഗ്രീൻ, എ ക്ലീൻ എൻവിറോൺമെന്റ് ലെറ്റ്സ് ടു ഹെൽത്തി ലൈഫ്. ഒരു നല്ല വൃത്തിയുള്ള പരിസരമാണ് നമ്മളെ ആരോഗ്യമായിട്ടുള്ള ലൈഫിലേക്ക് നയിക്കുന്നത്. സോ ഇതൊക്കെ എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇനി 6th ക്വസ്റ്റ്യൻ ആണ്. 6th ക്വസ്റ്റ്യനും എയും ബിയും ഉണ്ട്. ആദ്യം എ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫങ്ഷൻസ് ഓഫ് വാട്ടർ ഇൻ പ്ലാന്റ്സ് ആർ ഗിവൺ ബിലോ, ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. സസ്യങ്ങളിലെ വെള്ളത്തിന്റെ ഫങ്ഷൻസ് താഴെ നൽകിയിട്ടുണ്ട്, വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 42 ഫങ്ഷൻസ് ഓഫ് വാട്ടർ ഇൻ പ്ലാന്റ്സ് പറയുന്നുണ്ട്. ടു ട്രാൻസ്പോർട്ട് ഫുഡ് ഫ്രം ലീവ്സ് ടു അതർ പാർട്സ് ഓഫ് ദി പ്ലാന്റ്, സസ്യങ്ങളിലെ ഇലകളിൽ നിന്നും സസ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഭക്ഷണം എത്തിക്കുന്നു. ഫോർ ഫോട്ടോസിന്തസിസ്, അത് ക്വസ്റ്റ്യനിൽ തന്നെ നൽകിയിട്ടുണ്ട്. എന്നാലും ആ പോയിന്റ് ഒരു ഫംഗ്ഷൻ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ടു ട്രാൻസ്പോർട്ട് ദി അബ്സോർബ്ഡ് മിനറൽസ് ടു ദി ലീവ്സ്, അബ്സോർബ്ഡ് ചെയ്തിട്ടുള്ള മിനറൽസ് ഒക്കെ ലീവ്സിലേക്ക് എത്തിക്കാൻ. ടു മെയിൻറ്റെയിൻ ദി
സ്ട്രെച്ചർ ഓഫ് ദി പ്ലാന്റ് ബോഡി, ഈ ഒരു സസ്യത്തിന്റെ സ്ട്രെച്ചർ നിലനിർത്താൻ വേണ്ടിയിട്ട്. ഇതാണ് എയിലും ബിയിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു 2 പോയിന്റ്സ് ആണ് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. ഇനി ബി ക്വസ്റ്റ്യൻ, സം ഇൻഫോർമേഷൻ ഫ്രം എ വാട്ടർ ടെസ്റ്റ് റിസൾട്ട് ഈസ് ഗിവൺ ബിലോ. വെള്ളം ടെസ്റ്റ് ചെയ്തപ്പോൾ ഉള്ള റിസൾട്ട് താഴെ നൽകിയിട്ടുണ്ട്. കളറ് നോ, ഓർഡർ യെസ്, ബാക്ടീരിയ യെസ്. ഇവിടെ പറയുന്നത് കളർ ഇല്ല, ഓർഡർ മണം ഉണ്ട്, ബാക്ടീരിയ ഉണ്ട് എന്നാണ്. ക്യാൻ ദിസ് വാട്ടർ ബി യൂസ്ഡ് ഫോർ ഡ്രിങ്കിങ്, ഈ വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റുമോ? എക്സ്പ്ലെയിൻ ദി റീസൺ, കാരണം പറയുക. ഇത് കുടിക്കാൻ പറ്റില്ല, കാരണം എന്താണ്? ഇതിൽ ബാക്ടീരിയ ഉണ്ട്, പിന്നെ ഇതിന് മണവുമുണ്ട്, ഓർഡറുമുണ്ട്. സോ ഇത് നമുക്ക് കുടിക്കാൻ പറ്റില്ല എന്നാണ്. സോ നമുക്ക് എഴുതാം ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഡ്രിങ്കിങ്, ഇത് കുടിക്കാൻ സാധ്യമല്ല. ബിക്കോസ് കാരണം ഇത് കണ്ടെയ്ൻസ് ബാക്ടീരിയ ആൻഡ് ഹാസ് ഓർഡർ, ഇതിൽ ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട്, ഇതിന് ഓർഡർ സ്മെല്ലുണ്ട്. അടുത്തത് സി ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ആൻഡ് റൈറ്റ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദി ഫോളോയിങ്, താഴെ കൊടുത്തവയിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പ്രസ്താവന എടുത്ത് എഴുതാനാണ്. സ്റ്റേറ്റ്മെന്റ്സ് വായിക്കാം. ദ ഹേർട്ട് കണ്ടെയ്ൻസ് ദി മോസ്റ്റ് വാട്ടർ ഇൻ ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളം ആവശ്യമുള്ളത് ഹൃദയത്തിനാണ്. ദ ബ്ലഡ് കണ്ടെയ്ൻസ് ദി മോസ്റ്റ് വാട്ടർ ഇൻ ദി ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരത്തിൽ വെള്ളം ആവശ്യമുള്ളത് രക്തത്തിലാണ്. ദ ബോൺസ് കണ്ടെയ്ൻ ദ മോസ്റ്റ് വാട്ടർ ഇൻ ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരത്തിലെ എല്ലിനാണ് കൂടുതൽ വെള്ളം ആവശ്യമുള്ളത്. ദ ബ്രെയിൻ കണ്ടെയ്ൻസ് ദി മോസ്റ്റ് വാട്ടർ ഇൻ ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരത്തിൽ വെള്ളം കൂടുതലായിട്ട് ആവശ്യമുള്ളത് തലച്ചോറിനാണ്. ശരിയായിട്ടുള്ള ആൻസർ ബ്ലഡിനാണ് ആവശ്യം. ഓക്കെ, ഓപ്ഷൻ ബി, ദ ബ്ലഡ് കണ്ടെയ്ൻസ് ദി മോസ്റ്റ് വാട്ടർ ഇൻ ദ ഹ്യൂമൻ ബോഡി, വെള്ളത്തിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം അടങ്ങിയിട്ടുള്ളത്, അതാണ് ശരി. ഇനി 6ലെ ബി ചോദ്യമാണ്. വേരിയസ് സ്റ്റേജസ് ഓഫ് വാട്ടർ പ്യൂരിഫിക്കേഷൻ ആർ ഗിവൺ ബിലോ, റൈറ്റ് ദം ഇൻ ഓർഡർ. വാട്ടർ പ്യൂരിഫിക്കേഷൻ്റെ വ്യത്യസ്ത സ്റ്റേജുകളാണ് താഴെ നൽകിയിട്ടുള്ളത്. ശരിയായിട്ടുള്ള ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞത്. ആദ്യം വരുന്നത് ഇറ്റ് ഫിൽട്ടേഴ്സ് ലാർജ് ഇമ്പ്യൂരിറ്റീസ് എന്നാണ്, വലിയ മാലിന്യങ്ങൾ അരിച്ചു മാറ്റുന്നു. പിന്നെ അടുത്തത് ഇറ്റ് പെർമിറ്റ്സ് ഇമ്പ്യൂരിറ്റീസ് ടു സെറ്റിൽ, മാലിന്യങ്ങൾ അടയാൻ അനുവദിക്കുന്നു. അടുത്തത് ഇറ്റ് ഫിൽട്ടേഴ്സ് യൂസിങ് ഡിഫറെൻറ്റ് ലെയേർഡ് സീവ്സ്, പലതരത്തിലുള്ള അരിപ്പകൾ ഉപയോഗിച്ച് അരിച്ചെടുക്കുന്നു. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഇറ്റ് ഡിസ്ട്രോയ്സ് പാത്തോജൻസ് അണുക്കളെ നശിപ്പിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഓർഡർ. അടുത്തത് ബി ക്വസ്റ്റ്യൻ, ദ എബിലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ടു ഫ്ലോട്ട് ഓൺ വാട്ടർ എനേബിൾസ് അസ് ടു ട്രാവൽ ഓൺ എ റാഫ്റ്റ്. വസ്തുക്കൾക്ക് വെള്ളത്തിൽ ഒഴുകാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് നമുക്ക് ചെങ്ങാടത്തിലൂടെ യാത്ര ചെയ്യാൻ, സഞ്ചരിക്കാൻ കഴിയുന്നത്. റൈറ്റ് 2 other situations where this ability is used. ഈ ഒരു കഴിവ് ഉപയോഗിക്കുന്ന മറ്റു 2 സന്ദർഭങ്ങൾ എഴുതുക. പിന്നെ നമുക്ക് എഴുതാം ഈ ഒരു കഴിവ് കൊണ്ടാണ് നമുക്ക് കപ്പൽ യാത്ര ചെയ്യാൻ പറ്റുന്നത്, ഷിപ്പ് ജേർണി. പിന്നെ വെള്ളത്തിലെ യാത്ര, ബോട്ട് ജേർണി. ഇനി സി ക്വസ്റ്റ്യൻ, 2 statements related to water supply system are given below. വാട്ടർ സപ്ലൈയുമായി ബന്ധപ്പെട്ട് 2 സ്റ്റേറ്റ്മെന്റ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1, വാട്ടർ ഫ്രം ദി റിവേഴ്സ് ആർ പ്യൂരിഫൈഡ് ആൻഡ് സപ്ലൈഡ് ടു ഹോംസ് ഫോർ ഡ്രിങ്കിങ് ആൻഡ് അതർ പർപ്പസസ്. റിവേഴ്സിൽ നിന്നുള്ള വെള്ളം പ്യൂരിഫൈ ചെയ്തിട്ട് വീടുകളിലേക്ക് സപ്ലൈ ചെയ്യുന്നു, കുടിക്കാനും മറ്റുള്ള ആവശ്യങ്ങളിലായിട്ട് വീട്ടിലേക്ക് കൊടുക്കുന്നു എന്നാണ്. സ്റ്റേറ്റ്മെന്റ് 2, വാട്ടർ ഫ്രം ദി റിവേഴ്സ് ഈസ് പമ്പ്ഡ് ഡയറക്ട്ലി ടു ദി ഹോംസ്. റിവേഴ്സിൽ നിന്നുള്ള വെള്ളം ഡയറക്റ്റ് ആയിട്ട് വീടുകളിലേക്ക് കൊടുക്കുകയാണ്. ഇവിടെ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി? ഒന്നാമത്തെ മാത്രമാണല്ലേ ശരി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം എന്താണ്? റിവേഴ്സിൽ പുഴകളിലെ വെള്ളം പ്യൂരിഫൈ ചെയ്തിട്ടാണ് വീട്ടിലേക്ക് എത്തിക്കുന്നത്, അല്ലാതെ ഡയറക്റ്റ് ആയിട്ടല്ല. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫാൾസ് എന്ന എ ഓപ്ഷനാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. സോ ഫ്രണ്ട്സ്, ഇത്രയുമാണ് നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. നമ്മൾ മുഴുവൻ ചോദ്യങ്ങളും ഇവിടെ ഡിസ്കസ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നിങ്ങൾ ഹൈപ്പും ചെയ്യണേ. പിന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. പിന്നെ ക്ലാസ് 1 to ക്ലാസ് 7 വരെ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സപ്പ് ത്രൂ മെസ്സേജ് ചെയ്താൽ മതി. So that's all. Thank you.